ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്കിന്ന് മധുരക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു മസാല ഫ്രൈ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പം നമുക്കിത് കഞ്ഞിൻ്റെ കൂടെ ആണെങ്കിലും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ ആയാലും ഇനിയിപ്പോൾ കട്ടൻ ചായയുടെ കൂടെ നമ്മൾ കഴിക്കുമല്ലോ. ഇപ്പം ചായക്ക് വൈകുന്നേരത്തെ ചായക്കൊക്കെ ഇതുപോലെ നമ്മൾ ചക്കരക്കിഴങ്ങൊക്കെ പുഴുങ്ങി കഴിക്കാറില്ലേ. അപ്പം അതുപോലെ നമുക്ക് കഴിക്കാനും കൂടി പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിന് മധുരക്കിഴങ്ങാണിത്. ചിലർ ചക്കരക്കിഴങ്ങ് അല്ലെങ്കിൽ ശർക്കരക്കിഴങ്ങ് എന്നൊക്കെ പറയും. അപ്പം ഞങ്ങളിതിന് ചക്കരക്കിഴങ്ങ് എന്നാണ് പറയുക. അപ്പം അത് വെച്ചിട്ടുള്ള ഒരു മസാല ഫ്രൈ ആണ്. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ശർക്കരക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയൊരളവിലാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ അത്യാവശ്യം കുറച്ചൊക്കെ മണ്ണുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനത് ആദ്യം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്താലും കഴുകണം. അപ്പോൾ ഇത്രത്തോളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ തൊലിയെല്ലാം നമുക്കൊന്ന് ഇതുപോലെ ചെത്തിക്കളയണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെത്തിയിട്ട് നമുക്കിതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കണം. അപ്പോൾ തൊലിയൊക്കെ ഒന്ന് ചെത്തി കളയട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം, ഈ ഒരു ചക്കരക്കിഴങ്ങ് ഷുഗർ ഉള്ള ആൾക്കാർക്ക് പോലും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ആരും ഇത് കണ്ടാലും ഒരിക്കലും ഒഴിവാക്കരുത് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലതുമാണ് കേട്ടോ നമുക്കിത് കഴിക്കുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതാ ഞാനിതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ഉപ്പേരിക്കൊക്കെ നുറുക്കുമല്ലോ, അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ വലിയ പീസ് ആക്കണ്ട, ഒരുപാട് കുഞ്ഞു പീസും ആക്കണ്ട കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നമുക്കിത് മുഴുവനായിട്ടും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മധുരക്കിഴങ്ങ് രണ്ട് കളറിൽ നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. വൈറ്റ് കളറിൽ തൊലി വൈറ്റ് കളറായിട്ടുള്ളത് ഉണ്ടാവും. അതാണെങ്കിലും ഇതാണെങ്കിലും ഒക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. നന്നായി കഴുകിയിട്ട് നമുക്ക് വേവിക്കാനുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചക്കരക്കിഴങ്ങൊക്കെ എടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ കഴുകിയെടുക്കുക. മണ്ണും പൊഴിയൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഞാൻ ഒപ്പം തന്നെയാണ് ചേർത്ത് കൊടുക്കാറ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് വേകാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു ചക്കരക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ നികക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. 1.5 ഗ്ലാസ് വെള്ളമാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കണ്ടല്ലോ, ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിലല്ല, ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശർക്കരക്കിഴങ്ങ് അവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 10-20 ചുമന്നുള്ളിയും അതുപോലെ തന്നെ ഒരു 5-6 വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ബുദ്ധിമുട്ടില്ല. ആ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെടാത്തവരില്ല എന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഒന്നും കൂടെ കൂട്ടിയെടുക്കുക. നല്ല ടേസ്റ്റിയാണ് കേട്ടോ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ഇടുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ കൂടെ 2 പച്ചമുളക് ഞാൻ ഒരു പച്ചമുളകിനെ തന്നെ 3-4 പീസാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഈ പച്ചമുളക് നമുക്ക് കട്ട് ചെയ്തിട്ട് അവിടെ വെച്ചാൽ മതി, അത് ചതക്കണ്ട കേട്ടോ. ആ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചുമന്നുള്ളിയും ചതച്ച് കൊടുക്കുകയാണ്. താല്പര്യം ഉണ്ടെങ്കിൽ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ഇടാം കേട്ടോ. അപ്പോൾ ഇഞ്ചി ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കുക. അപ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് അരഞ്ഞു പോവരുത്. ജസ്റ്റ് നമ്മൾ കുത്തി ചതച്ചെടുക്കുമല്ലോ, ആ രീതിക്കാണ് കേട്ടോ ചതച്ചെടുക്കേണ്ടത്. അപ്പോൾ അതാ ഉള്ളിയൊക്കെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ നമ്മുടെ ചക്കരക്കിഴങ്ങ് ഉണ്ടല്ലോ, അത് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെന്തിട്ടുണ്ട്. വെന്ത് ഉടഞ്ഞു പോവണ്ട കേട്ടോ. ഇനിയിപ്പോൾ അത് വെന്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ ബാലൻസ് വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് ഊറ്റി കളയും ചെയ്യാം കേട്ടോ. വെള്ളം വറ്റുന്നത് വരെ പിന്നെ വെച്ച് കൊടുക്കണ്ട. അപ്പോൾ നമ്മുടെ ആ ഒരു ചക്കരക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് ഉടഞ്ഞാണ്ട് പോവുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ള പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ആകുമ്പോൾ ഒന്നും കൂടെ ഒരു സ്വാദ് കൂടും കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് വരെ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കടുകൊക്കെ എന്താ പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഒരു 3-4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എരിവിന് പച്ചമുളകും ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള ചേർത്താൽ മതി, ശ്രദ്ധിച്ചിട്ട് കേട്ടോ. അപ്പോൾ വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് 2 എടുത്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ഒപ്പം നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചുമന്നുള്ളിയും ഉണ്ടല്ലോ, അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. നല്ലോണം ഒന്ന് മൂത്ത് കിട്ടണം കേട്ടോ ഉള്ളിയൊക്കെ.
അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഒരു 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അധികം മൂത്തിട്ടില്ല ഈ ഒരു തണ്ട്. അപ്പോൾ ഞാനൊരു തണ്ടും കൂടെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ട് അതിൽ. അപ്പോൾ ഇനി നമുക്ക് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ എണ്ണയിലിട്ടിട്ട്. അപ്പോൾ നല്ലോണം ഒന്ന് മൂത്തോട്ടെ കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും മുളകും ഒക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം വരെ നമുക്ക് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതൊക്കെ ശ്രദ്ധിച്ച് ചേർക്കുക. നമ്മൾ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ മുളകും ഒക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ബാലൻസ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതും കൂടെ നമുക്ക് ആ എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഒരു മുളക് പൊടികളൊക്കെ അതിൻ്റെ ആ ഒരു പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറണം കേട്ടോ. ആ പൊടികൾ നന്നായിട്ട് മൂത്ത ശേഷം നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മധുരക്കിഴങ്ങ് ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഞാൻ അത് വേവിക്കുമ്പോൾ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഞാൻ പിന്നെ അതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഉപ്പ് നോക്കുക. നിങ്ങൾ വേവിച്ച് വെച്ചതിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മസാല ഉണ്ടാക്കിയില്ലേ, അപ്പോൾ അതിൽ ഉപ്പ് ചേർത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ തവി വെച്ചിട്ട് വല്ലാണ്ട് കുത്തി ഉടച്ചിട്ട് ചെയ്യണ്ട. ഇതുപോലെ സാവധാനം നമുക്ക് മറിച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കണം കേട്ടോ. എല്ലാ ഭാഗത്തും നമ്മുടെ ആ ഒരു മസാലപ്പൊടികളൊക്കെ തട്ടുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് എടുക്കുക. ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ നന്നായിട്ട് അതിൻ്റെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ആ ഒരു പൊടികൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 1 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കുന്ന സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കുക. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു മസാലയൊക്കെ ആ ഒരു മധുരക്കിഴങ്ങിൻ്റെ ഉള്ളിലേക്കും ഒക്കെ ആയിട്ട് നന്നായിട്ട് അത് പിടിക്കും കേട്ടോ. നന്നായിട്ട് ആ ഒരു മധുരക്കിഴങ്ങിൻ്റെ മുകളിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനത് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, നല്ല അടിപൊളിയാണ്. നമുക്ക് കഞ്ഞിയൊക്കെ ഇപ്പോൾ 10 മണിക്കൊക്കെ കഞ്ഞി കുടിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് ഇട്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ കണ്ടല്ലോ നമ്മുടെ മധുരക്കിഴങ്ങ് വെച്ചിട്ടുള്ള മസാല ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതുതായിട്ട് കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്കും കൂടി അടിക്കണേ. നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ കണ്ടു നോക്കി നിങ്ങളത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരിക. യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി മറക്കല്ല കേട്ടോ. അപ്പോൾ ഇനി മധുരക്കിഴങ്ങ് കണ്ടിട്ടുണ്ടെങ്കിൽ ആരും ഒഴിവാക്കണ്ട. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കണം കേട്ടോ. ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.